ഹലോ, എല്ലാവർക്കും നമസ്തേ. ഞാൻ സിന്ധു സതീശൻ. ഇന്ന് ദേശീയ പണിമുടക്ക് ആണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എങ്ങനെ നാട്ടിലൊക്കെ ദേശീയ പണിമുടക്കിൻ്റെ എന്താ പറയുക, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മുടെ കർണാടകയിൽ ബാംഗ്ലൂരിലൊക്കെ എല്ലാവരും ആക്റ്റീവായിട്ടാണെന്നുള്ളത്. ഞാനിപ്പം കടയിലുള്ളത്. രാവിലെ വന്ന് വിളക്കൊക്കെ വെച്ച് പിന്നെ എന്താ പറയുക, നല്ല അടിപൊളി ചായയൊക്കെ കുടിച്ചു നമ്മളെ കസ്റ്റമർക്കൊക്കെ കൊടുത്തു. സത്യത്തിൽ എന്തിനാണ് ഈ പണിമുടക്കുണ്ടാക്കുന്ന ഒരു എത്തുപിടിയും കിട്ടുന്നില്ല. ഞാൻ ഇപ്പോൾ ഇത് പറയാൻ കാരണം, കേരളത്തിലത്തെ കുറേ കുട്ടികൾ, ആൺകുട്ടികൾ ഈ കർണാടകയിലേക്ക് വന്നിട്ട് ഊബർ ഓടിക്കുന്നത്. നിങ്ങൾ അവരോട് ജസ്റ്റ് ഒന്ന് അന്വേഷിച്ച് നോക്കണം. കേരളത്തിൽ ഇങ്ങനെ അടിക്കടി ഇങ്ങനെ ഈ പണിമുടക്ക്, ഹർത്താൽ ഇതൊക്കെ പറഞ്ഞിട്ടേ ആൾക്കാർക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ ഒന്ന് സർക്കാർ മനസ്സിലാക്കണം എന്ന് എനിക്കും അറിയാമല്ലോ. ആ കുട്ടികളൊക്കെ പറയുന്നത് അവരുടെ പ്രശ്നങ്ങൾ, ഈ ഊബർ ഓടിക്കൊണ്ട് വന്നിട്ടുള്ള പ്രശ്നങ്ങളില്ലേ, ചെലവിൻ്റെ കാര്യം, റൂമിൻ്റെ കാര്യം. ഒരു റൂമിൽ 38ഓളം ആൾക്കാരാണ് താമസിക്കുന്നത്. അത് ഷിഫ്റ്റായിട്ട് ഇത്ര കഷ്ടപ്പെട്ടിട്ട് ഈ കുട്ടികളൊക്കെ ഇവിടെ വന്നിട്ട് പണിയെടുക്കുക ചെയ്യുന്നു. ഒരു ഉപകാരമില്ലാത്ത, ആർക്കും ഒരു ഉപകാരമില്ലാത്ത രീതിയിൽ ഈ പണിമുടക്ക് ഉണ്ടാക്കിയിട്ട് എന്തിനു വേണ്ടിയാണെന്ന് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. വെറും രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി മാത്രം ഇത്തരത്തിലുള്ള ഈ പണിമുടക്ക് ഉണ്ടാക്കുക. ആൾക്കാർ എല്ലാവരും പണക്കാരല്ല, അന്നന്ന് ജീവിച്ചിട്ട് അന്നന്ന് ഈ ഭക്ഷണത്തിനുള്ള വരുമാന മാർഗം കണ്ടെത്തുന്ന ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഈ പണിമുടക്ക് എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, ജോലിക്ക് പോകാനുള്ള ബുദ്ധിമുട്ട്, ആശുപത്രി പോകാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെ എന്തൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. രാഷ്ട്രീയക്കാർക്ക് എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞിട്ട് ഇങ്ങനെ ഹർത്താലും കാര്യങ്ങളും ഉണ്ടാക്കിയാൽ മതി. കാരണം ഈ രാഷ്ട്രീയക്കാരും സാധാരണക്കാരല്ല, അവരെല്ലാവരും നല്ല കോടികളെ ആസ്തികളുള്ള ആൾക്കാരാണ്. പാവപ്പെട്ടവരങ്ങനെയല്ലല്ലോ. ഗോവിന്ദ മാഷ് പറയും പോലെ ഇനി ഒരു തുടർഭരണം വന്നു കഴിഞ്ഞാൽ നമ്മളെ മലയാള ഭാഷയിൽ പറഞ്ഞ പാവപ്പെട്ടവൻ എന്ന ആ ഒരു വിളിപ്പേര് മാറ്റെന്ന് പറയുന്നത്, ഈ വിളിപ്പേര് മാറ്റിയതിനെ കൊണ്ട് ആരും പണക്കാരാവുന്നൊന്നുമില്ല. പാവപ്പെട്ടവൻ എന്നും പാവപ്പെട്ടവൻ തന്നെയാണ്. ഇതൊക്കെ ആരോടാണ് പറയേണ്ടത്? നമ്മൾ മലയാളികൾ എത്ര പ്രബുദ്ധരാന്ന് പറഞ്ഞൊന്നും കാര്യമൊന്നുമില്ല. വിവേകം ഉണ്ടാവണം, എങ്കിൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ കാര്യങ്ങളുടെ കിടപ്പ് വശം. ഇല്ലെങ്കിൽ ഇനിയും ഇതുപോലെ തന്നെ ഉണ്ടാവുക. നിങ്ങൾ ജസ്റ്റ് ഈ കേരളം വിട്ടിട്ട് കാസർഗോഡ് തൊട്ടിട്ട് കന്യാകുമാരി വരെയുള്ള കുട്ടികളെ, ഇപ്പം എല്ലാവരും എന്നല്ല പറഞ്ഞത്, അങ്ങനെ അതിനിടയ്ക്കുള്ള കുട്ടികളെ നമ്മൾ കാണാറുണ്ട്. നമ്മൾക്ക് ചായ കുടിക്കേണ്ടി വരും. അവർ ചായ കുടിക്കണം വെച്ചാൽ അവരെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു കേൾക്കുമ്പോഴല്ലേ സങ്കടം കേൾക്കുമ്പോൾ. ഇതത്രയൊക്കെ പഠിച്ചിട്ടും പല കോഴ്സുകൾ പഠിച്ചിട്ട് കേരളത്തിൽ ആ ഒരു തൊഴിൽ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ബുദ്ധിമുട്ടിയിട്ട് ആ ജോലി ഉപേക്ഷിച്ചിട്ട് ഇങ്ങോട്ട് എന്താ പറയുക, കർണാടകയിലേക്ക് കയറി വന്ന കുട്ടികളാണ് അവരൊക്കെ. സമരവും കാര്യങ്ങളൊക്കെ വേണം, അത് ആവശ്യത്തിനായിരിക്കണം. ഇങ്ങനെ അനാവശ്യത്തിന് വെറുതെ ഇപ്പം ദേശീയ പണിമുടക്ക് എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ മാത്രമേ ഈ പണിമുടക്കില്ലത്. നമുക്ക് ഇപ്പം പിന്നെ ഇവിടുത്തെ ഈ ബാംഗ്ലൂരിലത്തെ റോഡൊക്കെ ഫുൾ ആക്റ്റീവാണ്. എല്ലാ കടകളും ആക്റ്റീവാണ്. എല്ലാവരും കച്ചവടം ചെയ്യുന്നുണ്ട്, കസ്റ്റമർ വരുന്നുണ്ട്. ഞാനും ഇപ്പം കടയിലുള്ളത്. എന്താ പറയുക, ഇവിടുത്തെ ബസ്സുകളും എല്ലാം ഉണ്ട്. കേരളത്തിൽ മാത്രമാണ് ഇങ്ങനെ കുറേ വെട്ടി കൂഷ്മാണ്ടകളില്ലത്. അതല്ല, അതുകൊണ്ടാണല്ലോ ഈ ഒരു പാർട്ടി, ഈ കമ്മ്യൂണിസ്റ്റ് എന്ന പാർട്ടി നിലനിൽക്കുന്നത്. ഇത്തരത്തിലുള്ള ആൾക്കാരില്ലതുകൊണ്ട്. എന്തായാലും ദേശീയ പണിമുടക്ക് കേരളത്തിലേക്ക് മാത്രം ഒതുക്കിയ CPM എല്ലാ നേതാക്കൾക്കും അഭിവാദ്യങ്ങൾ. ലാൽ സലാം സഖാക്കളെ.